കോൺഗ്രസിൽ നിന്ന് മമത പുറത്തിറങ്ങി വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഏറ്റവും ചുറുചുറുക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ദേശീയ തലത്തിൽ തന്നെ നോക്കിയാൽ ഒരു വനിതാ നേതാവ് ആ കാലത്ത് അങ്ങനെ ഒരാളില്ല. അത്ര ചുറുചുറുക്കോടെ എന്നും വാർത്തകളിൽ നിറയുന്ന, എന്നും പുകിലുണ്ടാക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ഈ ആഘോഷിക്കപ്പെടുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്ര ബോധ്യമോ ആശയ പ്രതിബദ്ധതയോ ഒന്നും കൊണ്ടല്ല മമതാ ബാനർജി മുന്നോട്ട് പോയത്, വളർന്നത്. അവരുടെ കരുത്തും ഇതൊന്നും ആയിരുന്നില്ല. ഈ സംഘർഷമായിരുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ സംഘർഷം, പുറത്ത് സംഘർഷം. ഈ സംഘർഷങ്ങളിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി. എന്തിനൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ലക്ഷ്യം CPM-നെ എതിർക്കുക എന്നുള്ളതായിരുന്നു. CPM-നെ തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, മന്ത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ CPM-നെ പരാജയപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ BJP ആയിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു. വലിയ ലക്ഷ്യങ്ങളൊന്നും അതല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ പാർട്ടി അവിടെ പരാജയപ്പെടുന്നു. ഒറ്റയടിക്കുള്ള ഒരു പരാജയപ്പെടലൊന്നുമല്ല. ആ കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നുള്ള അവരുടെ ആരോപണത്തെ ഏതാണ്ടൊക്കെ ശരിവെക്കാവുന്ന തരത്തിലുള്ള കണക്കുകളും നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ അംഗീകരിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആദർശാത്മകമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല ഇത്. കാരണം ആ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 97 പുറത്താക്കി 98 തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ BJP-യുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നു, റെയിൽവേ മന്ത്രിയാവുന്നു. അങ്ങനെ BJP-യുമായി ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി അടുത്ത ഘട്ടം എത്തുമ്പോൾ, അതായത് BJP അധികാരത്തിൽ നിന്നൊഴിയുന്നു, UPA ഉദയം ചെയ്യുമ്പോൾ അവർ UPA-യുടെ ഭാഗമാവും. UPA-യുടെ ഭാഗമായി വീണ്ടും മന്ത്രിയാവുന്നു, കേന്ദ്രമന്ത്രിയാവുന്നു. അങ്ങനെ ആ അധികാരത്തിൻ്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ ബംഗാളിൽ അങ്ങനെ വിജയിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അധികാരം ഒരു സൈഡിലുണ്ട്. ആദ്യഘട്ടത്തിൽ NDA-ക്കൊപ്പം സഹകരിച്ചും പിന്നീട് UPA-ക്കൊപ്പം സഹകരിച്ചും അവർ ആ അധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിലൊരു വളർച്ച ആ കാലത്ത് ലെഫ്റ്റും കാണുന്നില്ലല്ലോ. ലെഫ്റ്റും അന്ന് വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ഒന്നാം UPA-യിൽ ഇവരെ കൂടി പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. ആ UPA എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തന്നെ ആ സങ്കല്പത്തെ തന്നെ അവതരിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടു നടന്നത് ആ ഘട്ടത്തിൽ ലെഫ്റ്റാണ്. അന്ന് ആ ലെഫ്റ്റും അന്ന് തൃണമൂലിനും ഏതാണ്ട് ഒരുമിച്ച് എന്നുള്ളതിലേക്ക് പറയാവുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉള്ളപ്പോഴാണ് അവിടെ മത്സരിച്ച് പരാജയപ്പെടുത്തി 2011 അവർ മുഖ്യമന്ത്രിയാവുന്നത്. പക്ഷേ അതിനുശേഷം അങ്ങോട്ട് അതുവരെ മുഖ്യശത്രു CPM ആയിരുന്നെങ്കിൽ പിന്നീട് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ലക്ഷ്യബോധം ഇല്ല ആ പാർട്ടിക്ക് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ തകർച്ചയ്ക്കൊരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം 61 പേര് എന്തായാലും കയ്യിലുള്ളവർ പോയി എന്ന് ഉറപ്പായി. 64 പേര് പോയി എന്ന് പുറത്തെ പറയുന്നു. 61-ൻ്റെ കണക്ക് പകലുണ്ടായിരുന്നു. 60 61 പിന്നെ ഇപ്പോൾ 64. പിന്നെ MP-മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 20 പേര് പോയി, അതിൽ കൂടുതൽ പേര് പോകുന്നു എന്നുള്ളതാണ് കരക്കമ്പി. രാജ്യസഭാ MP അസമിൽ നിന്നുള്ള ആ സ്ത്രീ അവരും രാജിവെച്ചു. രാജ്യസഭയിൽ നിന്നുള്ളവർ രാജിവെച്ചു. ഹിമന്ത ബിശ്വ ശർമ്മയായി ചർച്ച നടത്തി BJP-യിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ആ സംവിധാനം അടപടലം തകർന്നിരിക്കുന്നു. ഇനി പശ്ചിമ ബംഗാളിൽ നിന്നുകൊണ്ട് വളരുക എന്നുള്ളത് എത്രത്തോളം അവർക്ക് സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം തൃണമൂലിൻ്റെ അണികളും ഏതാണ്ട് കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് പശ്ചിമ ബംഗാളിൽ അണികൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഇതായതുകൊണ്ട് അവരും ഏതാണ്ട് കൈവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി അടുത്ത ഏറ്റവും മികച്ച ആശ്രയം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരത് ഒരുപക്ഷെ സ്വീകരിച്ചേക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഘട്ടത്തിൽ കഴിഞ്ഞ തൊട്ട് മുമ്പ് വരെ കോൺഗ്രസുമായി സഹകരിച്ചു പോകാവുന്ന സാധ്യതകൾ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് തന്നെ ആരാഞ്ഞിരുന്നു. ഇപ്പോൾ അവർക്ക് ആരുമായും സഖ്യമുണ്ടാക്കുന്നതിനോ ആരുമായും സഹകരിക്കുന്നതിനോ ഒരു പ്രശ്നമില്ലാത്ത നേതാവാണ്. അവരുടെ മരുമകൻ അഭിഷേക് ബാനർജിക്ക് അങ്ങനെ ഒരു കരിസ്മയുള്ള ഒരാളല്ല. അഭിഷേക് ബാനർജി ആഘോഷിക്കപ്പെട്ടത് 2021 തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ടാണ്. 2021 തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് വളരെ വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ, പ്രശാന്ത് കിഷോറിൻ്റെ ഏജൻസിയുടെ വലിയ പിന്തുണയോടെയുള്ള ഒരു വിജയം കൂടിയായിരുന്നു. അപ്പോൾ ആ വിജയം കൊണ്ട് ആഘോഷിക്കപ്പെട്ട ഒരാളാണ്. പക്ഷെ അത് മാത്രം പോരാ അണികളെ ഒപ്പം നിർത്താൻ. അയാളൊരു ഏകാധിപത്യ സ്വഭാവത്തോടെയാണ് പ്രവർത്തിച്ചത്. അയാളെ ഏതാണ്ട് പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു തൃണമൂലിൻ്റെ അണികൾ എന്നുള്ള സ്ഥിതി നിലവിലുണ്ട്.
അപ്പോൾ പിന്നെ അവിടെ മറ്റു സാധ്യതയില്ല. പക്ഷേ ഈ സാധ്യത വളരെ മികച്ച സാധ്യതയായി തന്നെയാണ് ഇവിടെ കോൺഗ്രസ് വിളവെടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് എനിക്ക് തോന്നുന്ന കാര്യം. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വമൊക്കെ ഏത് തരത്തിലാകും ഇതിനെ കാണുക എന്നുള്ളത് കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റും.